ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വട്ടപൂജ്യത്തിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്കിന്റെ വളർച്ച. സ്വപ്നങ്ങൾക്ക് പുറത്തുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയവനാണ് എലോൺ മസ്ക്. ഭൂമിയിൽ നിന്നും ആളുകളെ ബഹിരാകാശത്ത് എത്തിക്കുവാനും അവിടെ ഇറക്കി തിരിച്ചു വരാനും പിന്നെയും പോയി കൂട്ടിക്കൊണ്ടുവരാനും കഴിഞ്ഞ ബഹിരാകാശ ടാക്സികളെക്കുറിച്ച് ഭൂമിയിൽ ആരും തന്നെ ചിന്തിച്ചതായി പുറം ലോകം അറിയാത്ത കാലത്ത് അതിനായി സ്പേസ് എക്സ് എന്ന കമ്പനി സ്ഥാപിച്ചയാൾ ചൊവ്വയെ ഭൂമിയുടെ കോളനിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. മുഴുഭ്രാന്തനാണെന്നും അപ്രായോഗികമാണെന്നും അതിരുകടന്ന ചിന്താഗതിയാണ് ഇതെല്ലാം എന്നും ആളുകൾ വിലയിരുത്തി. നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞിട്ടും പിന്മാറാതെ എല്ലാ ഗുരുത്വാകർഷണ വലയങ്ങളെയും ഭേദിച്ച് അയാൾ പുത്തൻ ഭ്രമണപഥങ്ങളിലേക്ക് കുതിക്കാൻ തന്റെ സ്വപ്നങ്ങൾക്ക് കരുത്ത് നൽകി. 2020 മെയ്യിൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും നാസയുടെ 2 ബഹിരാകാശ യാത്രികർ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് കുതിച്ചുയർന്നത് എലൺ മസ്ക് സ്വപ്നം കണ്ട ആ ടാക്സി റോക്കറ്റിലായിരുന്നു. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി റോക്കറ്റ് തിരിച്ചെത്തി. അന്ന് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും മസ്കിന്റെ ഫാൽക്കൺ റോക്കറ്റിൽ നിന്ന് എൻഡോവർ എന്ന റേഡിയോ മെസ്സേജ് ഭൂമിയിലെത്തുമ്പോൾ നാളിതുവരെയുള്ള ബഹിരാകാശ സ്വപ്നങ്ങളുടെ ചരിത്രത്തിലേക്ക് മറ്റൊരു നാഴികക്കല്ലുകൂടി മനുഷ്യൻ താണ്ടുകയായിരുന്നു. ബഹിരാകാശ യാത്രകൾ സാധാരണക്കാരനു കൂടി പ്രാപ്യമാകുന്ന ഉല്ലാസയാത്രകളായി മാറുന്ന മറ്റൊരു യുഗത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ ചുവടുവയ്പായി മാറി ഈ സ്വകാര്യ റോക്കറ്റിന്റെ കുതിപ്പ്. 1971 ജൂൺ 28 സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിലായിരുന്നു എലൺ മസ്കിന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ എഞ്ചിനീയറും കനേഡിയൻ പൗരയായ അമ്മ ഒരു മോഡലുമായിരുന്നു. അവരുടെ 3 മക്കളിൽ മൂത്തവനായിരുന്ന എലൺ മസ്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. പകൽ സ്വപ്നങ്ങളിൽ മുഴുകിയ ബാല്യം മസ്കിനെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ പരിഹാസപാത്രമാക്കി. മസ്കിന് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതിയ മാതാപിതാക്കൾ വൈദ്യ പരിശോധന വരെ നടത്തി. എന്നാൽ എലൺ മസ്കിന്റെ കഴിവുകൾ ലോകമറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. 10 വയസ്സായപ്പോൾ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാം ആരംഭിച്ച മസ്ക് 12ാം വയസ്സിൽ ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിക്കുകയും അത് വിൽക്കുകയും ചെയ്തു. തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സൗത്ത് ആഫ്രിക്ക മതിയാകില്ലെന്ന് മനസ്സിലാക്കിയ എലോൺ മസ്ക് തന്റെ 18ാം വയസ്സിൽ ഡിഗ്രി പഠനത്തിനായി കാനഡയിലേക്ക് യാത്രയായി. 1992 കാനഡയിൽ നിന്നും തന്റെ സ്വപ്ന രാജ്യമായ അമേരിക്കയിലേക്ക് ചേക്കേറി. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം അദ്ദേഹം വിഖ്യാതമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേർന്നു. എന്നാൽ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ അവിടുത്തെ പഠനം അവസാനിപ്പിച്ചു. 1995 സഹോദരനായ കിംബൽ മസ്കിനൊപ്പം ആദ്യ സംരംഭമായ സിപ്2 കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. 1999 ഈ കമ്പനിയെ കോമ്പാക്ട് കമ്പ്യൂട്ടർ കോർപ്പറേഷൻ ഏറ്റെടുത്തപ്പോൾ എലൺ മസ്കിന്റെ പോക്കറ്റിൽ വീണത് 2.2 കോടി അമേരിക്കൻ ഡോളേഴ്സാണ്. സിപ്2 കോർപ്പറേഷൻ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് അതേ വർഷം തന്നെ X.com എന്ന പേയ്മെന്റ് കമ്പനി മസ്ക് തുടങ്ങി. പിന്നീട് പേപാൽ എന്ന പേരിൽ പ്രശസ്തമായ ഈ കമ്പനി എലൺ മസ്കിലെ വ്യവസായിയെ ശക്തനാക്കി. 2002 പേപാലിനെ eBay ഏറ്റെടുത്തു. പേപാൽ വിറ്റുകിട്ടിയ 16.5 കോടി ഡോളേഴ്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം ബഹിരാകാശ സംരംഭമായ സ്പേസ് എക്സ് എന്ന കമ്പനി സ്ഥാപിച്ചത്. 2004 അദ്ദേഹം തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്ത് ടെസ്ല മോട്ടോഴ്സിന്റെ പേരിൽ നിക്ഷേപിക്കുന്നത്. ഇലക്ട്രിക് വാഹന ലോകത്തിന്റെ തലവര തന്നെ മാറ്റിയ തീരുമാനമായിരുന്നു അത്. 2008 ഒറ്റ ചാർജിങ്ങിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ടെസ്ല റോഡ്സ്റ്റർ പുറത്തിറക്കി എലോൺ മസ്ക് ലോകത്തെ ഞെട്ടിച്ചു. ടെസ്ലയുടെ റോഡ്സ്റ്റർ കാറിലൂടെ എലോൺ മസ്ക് വിപ്ലവകരമായ മാറ്റമാണ് വാഹന നിർമ്മാണ രംഗത്ത് ഉണ്ടാക്കിയത്. വ്യവസായങ്ങൾക്കും വീടുകൾക്കും കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായകരമാകുന്ന സോളാർ സിറ്റി, മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കുമെന്ന് കരുതപ്പെടുന്ന ട്യൂബ് ഗതാഗത സംവിധാനമായ ഹൈപ്പർലൂപ്പ്, മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് സ്ഥാപിച്ച് കമ്പ്യൂട്ടറുമായി സംവേദനം സാധ്യമാകുന്ന ന്യൂറാലിങ്ക്, വൻകിട ചരക്ക് കൈമാറ്റത്തിനായി ബോറിംഗ് കമ്പനി എന്ന് തുടങ്ങി സയൻസ് ഫിക്ഷൻ സിനിമകളെ പോലും വെല്ലും വിധം ഭാവി ലോകത്തെ വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികൾ വേറെയുമുണ്ട് എലോൺ മസ്കിന്. സ്റ്റോക്ക് മാർക്കറ്റിൽ ടെസ്ല നടത്തിയ അത്ഭുതകരമായ തേരോട്ടമാണ് എലോൺ മസ്കിനെ കോടീശ്വര പട്ടികയിൽ ഒന്നാമനാക്കിയത്. വീട് ഉൾപ്പെടെയുള്ള ആസ്തികൾ വിട്ടൊഴിഞ്ഞ് കാർ കമ്പനി ഫാക്ടറിയോട് ചേർന്നുള്ള ഓഫീസിലാണ് എലോൺ മസ്ക് താമസിച്ചിരുന്നത്. 2002 മാർച്ച് 14 എലോൺ മസ്ക് ട്വിറ്ററിന്റെ 73.5 മില്യൺ ഓഹരി വാങ്ങിയത്. 2009 ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയ എലോൺ മസ്കിന് 8 കോടിയിലധികം ഫോളോവേഴ്സ് ആണുള്ളത്. 300 കോടി ഡോളറിലേറെ നൽകിയാണ് ട്വിറ്ററിന്റെ 9.2% ഷെയർ മസ്ക് സ്വന്തമാക്കിയത്. 2004 ടെസ്ല എന്ന ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയിൽ എലൺ മസ്ക് നിക്ഷേപിക്കുന്നത്. ടെസ്ലയുടെ നില പരിങ്ങലിലായ സമയത്തായിരുന്നു അത്. 2007 അദ്ദേഹം ടെസ്ലയുടെ കോ ഫൗണ്ടറായി. ഒരു വിധത്തിൽ കമ്പനിയെ കരകയറ്റുന്നതിനിടെയായിരുന്നു 2008 ആഗോള മാന്ദ്യം.
ലോക എക്കോണമിയെ തന്നെ പിടിച്ചുലച്ച പ്രതിസന്ധിയിൽ ടെസ്ലയും തകർന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ടെസ്ല അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരെ എത്തി. വാടക കൊടുക്കാൻ പോലും പണമില്ല. കൂട്ടുകാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. വീട് വിറ്റു. കുടുംബത്തിന് താമസിക്കാൻ വാടക വീടെടുത്തു. പല വഴിക്കും പണം കണ്ടെത്തി. ടെസ്ലയെ എങ്ങനെയും രക്ഷിച്ചേ മതിയാകൂ. ഒരു ദിവസം 22 മണിക്കൂർ വരെ ജോലി ചെയ്തു. കുളിക്കാനോ വീട്ടിലേക്ക് പോകാനോ പോലും സമയമില്ലാത്ത അവസ്ഥ. ടെസ്ല ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ തനിക്ക് പിന്നെ ജീവിതമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്നും കടന്നു വന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എലൺ മസ്കിന്റെ കണ്ണുകൾ നിറയും. റോബോട്ടുകളോടും ജീവനക്കാരോടുമൊപ്പം എലൺ മസ്ക് മരിച്ചു പണിയെടുത്തു. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം വിജയം കണ്ടു. 2008 തന്നെ ഒറ്റ ചാർജിങ്ങിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി എലൺ മസ്കും ടീമും ലോകത്തെ ഞെട്ടിച്ചു. ലോക വാഹന നിർമ്മാണ രംഗത്ത് വൻ വഴിത്തിരിവുമായി എലൺ മസ്ക് തന്റെ അത്ഭുതങ്ങൾ തുടർന്നു. 2010 ടെസ്ല ഷെയർ മാർക്കറ്റിൽ ഇറങ്ങി. 2020 500,000 കാറാണ് ടെസ്ല ഉൽപ്പാദിപ്പിച്ചത്. 2030 ഇപ്പോഴുള്ളതിന്റെ 40 ഇരട്ടി ഉൽപ്പാദനം നടത്താമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ടെസ്ലയുടെ ഓഹരി വില കുതിച്ചുയർന്നു. ഒരിക്കൽ ഭ്രാന്തൻ ആശയങ്ങളെന്ന് ലോകം കരുതിയതൊക്കെ എലൺ മസ്ക് യാഥാർത്ഥ്യമാക്കുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് എലോൺ മസ്കിന്റേത്. സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച സംരംഭകനാണ് എലോൺ മസ്ക്. തന്റെ സ്വപ്ന സങ്കല്പങ്ങൾക്ക് പണം പ്രധാന മൂലധനമാണെന്ന് ബോധ്യമുള്ള സംരംഭകൻ. എത്ര പരാജയപ്പെട്ടാലും വിജയിക്കുന്നതുവരെ ശ്രമം തുടരും എന്നതാണ് എലോൺ മസ്കിന്റെ നയം. വട്ടപൂജ്യത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിലേക്ക് അദ്ദേഹത്തെ നയിച്ചതും ഈ നിശ്ചയദാർഢ്യം തന്നെയാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.